മൈ ഹോസ്പിറ്റൽ ഡോക്ടോക് സീരീസിലേക്ക് സ്വാഗതം. എക്ടോപിക് പ്രഗ്നൻസി അഥവാ സ്ഥാനം തെറ്റിയുള്ള ഗർഭം, എന്തെല്ലാമാണ് ലക്ഷണങ്ങൾ, എങ്ങനെ തിരിച്ചറിയാം? സംസാരിക്കുന്നു ഗൈനക്കോളജിസ്റ്റായ ഡോക്ടർ CK ഫെസ്മിത. ഞാൻ ഡോക്ടർ ഫെസ്മിത, കൺസൾട്ടൻറ്റ് ഗൈനക്കോളജിസ്റ്റ് ഇൻ കിൻഡർ ഹോസ്പിറ്റൽ, കൊച്ചി. ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് എക്ടോപിക് പ്രഗ്നൻസി അതിനെപ്പറ്റിയാണ്. എക്ടോപിക് പ്രഗ്നൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണയായിട്ട് ഗർഭപാത്രത്തിൻ്റെ ഉള്ളിലാണ് ഗർഭം വളരുന്നത്. ഗർഭപാത്രത്തിന് ഉള്ളിലല്ലാതെ പുറത്തെവിടെയെങ്കിലും ആണെങ്കിലാണ് എക്ടോപിക് പ്രഗ്നൻസി എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് എക്ടോപിക് പ്രഗ്നൻസിനെ പറ്റി പറയാൻ കാരണമെന്ന് വെച്ചാൽ, എക്ടോപിക് പ്രഗ്നൻസി ഈസ് എ ലൈഫ് ത്രെട്ടനിങ് കോംപ്ലിക്കേഷനാണ്. ആളുടെ നമ്മൾ ഡിറ്റക്റ്റ് ചെയ്യാതെ പോയി കഴിഞ്ഞാൽ അത് മരണം വരെ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു ഗർഭധാരണമാണ്. അതുകൊണ്ടാണ് എക്ടോപിക് പ്രഗ്നൻസിയെ പറ്റി സംസാരിക്കുന്നത്. എക്ടോപിക് പ്രഗ്നൻസി, എന്തുകൊണ്ട് എക്ടോപിക് പ്രഗ്നൻസി വരുന്നു, അതിനുള്ള കാരണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാധാരണയായിട്ട് എക്ടോപിക് പ്രഗ്നൻസി കൂടുതലായി കാണുന്നത് ട്യൂബിലാണ് ഏറ്റവും കൂടുതൽ എക്ടോപിക് പ്രഗ്നൻസി കാണുന്നത്. അല്ലാതെ കാണുന്ന സ്ഥലങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെർവിക്സ്, ഓവറി അതായത് അണ്ഡാശയം, പിന്നെ അബ്ഡോമിനൽ ക്യാവിറ്റിയിൽ എവിടെ വേണമെങ്കിലും ഉണ്ടാവാം. ഈവൻ ഇൻഡസ്റ്റൈനിലും എവിടെ വേണമെങ്കിൽ സ്പ്ലീനിൽ വരെ എക്ടോപിക് പ്രഗ്നൻസി വരാം. നമ്മൾ സാധാരണയായി എക്ടോപിക് പ്രഗ്നൻസി എന്ന് പറയുമ്പോൾ ട്യൂബൽ പ്രഗ്നൻസി എന്നാണ് പറയാറ്. എന്തുകൊണ്ട് എന്ന് കഴിഞ്ഞാൽ, ഏറ്റവും കൂടുതൽ എക്ടോപിക് പ്രഗ്നൻസി വരുന്നത് 95% എക്ടോപിക് പ്രഗ്നൻസി ട്യൂബിലാണ്. ഇതിൻ്റെ സിംറ്റംസ് എന്തൊക്കെയാണ്? സാധാരണ പീരീഡ്സ് മിസ്സാവുമ്പോൾ തന്നെ, ഇത് എക്ടോപിക് പ്രഗ്നൻസി ഏതു റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പില്ല ഏതൊരു പെണ്ണിനും വരാവുന്ന അസുഖമാണ്, ഗർഭധാരണമാണ് എക്ടോപിക് പ്രഗ്നൻസി. സാധാരണ എക്ടോപിക് പ്രഗ്നൻസി നമ്മൾ സംശയിക്കുന്നത്, ആരെങ്കിലും പീരീഡ്സ് മിസ്സായിക്കഴിഞ്ഞാൽ യൂറിൻ പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവ് ആവുകയും അതിനോടുകൂടെ തന്നെ ആൾക്ക് അബ്ഡോമിനൽ പെയിൻ, അതായത് അടിവയറ്റിൽ വേദനയും അതിനോടുകൂടെ തന്നെ ബ്ലീഡിങ്ങും ഉണ്ടാവുമ്പോഴാണ് നമ്മൾ സാധാരണ എക്ടോപിക് പ്രഗ്നൻസി സസ്പെക്റ്റ് ചെയ്യുന്നത്. സാധാരണ യൂറിൻ പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ എല്ലാവരുടെയും ധാരണ അത് സാധാരണ പ്രഗ്നൻസിയാണ്, അതിനെക്കൊണ്ടൊരു കോംപ്ലിക്കേഷൻ ഇല്ല എന്നാണ് സാധാരണ എല്ലാവരും ചിന്തിക്കുന്നത്. യൂറിൻ പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ തന്നെ ഡോക്ടറെ കാണേണ്ടത് ആവശ്യമാണ്. സാധാരണ പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവ് ആവുകയും നമ്മൾ 6 വീക്സ് ആവുമ്പം തന്നെ സാധാരണ ഗർഭപാത്രത്തിനുള്ളിൽ സ്കാൻ ചെയ്യുമ്പോൾ കാണേണ്ടതാണ്. ഇങ്ങനെ ആൾക്ക് വേദനയും ബ്ലീഡിങ്ങും ഉള്ള ഒരാൾ എന്തായാലും 6 വീക്സ് ആവുമ്പം തന്നെ നിർബന്ധമായിട്ടും സ്കാൻ ചെയ്യേണ്ടത് ആവശ്യമുണ്ട്. എക്ടോപിക് പ്രഗ്നൻസി എങ്ങനെയാണ് നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നത്? യൂറിൻ പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവായി നമ്മൾ സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ സ്കാനിൽ സാക്ക് കാണുന്നില്ല, അത് കുട്ടിയുടെ അംശം കാണുന്നില്ല. ഫസ്റ്റ് നമ്മൾ കാണുന്നത് ജസ്റ്റേഷൻ സാക്കാണ്, അത് യൂട്രസിൻ്റെ ഉള്ളിൽ കാണുന്നില്ല. അതിനോടൊപ്പം തന്നെ നമ്മൾ അടുത്ത ടെസ്റ്റ് ചെയ്യുക β-HCG ആണ്. β-HCG 1500 ആണെങ്കിൽ ആ സമയത്ത് ജസ്റ്റേഷൻ സാക്ക് കാണണം. 1500 മേലെ കൂടുതലാണെങ്കിൽ, 1500 മേലെ കൂടുതലായിട്ടും ജസ്റ്റേഷൻ സാക്ക് യൂട്രസിൻ്റെ ഉള്ളിൽ കാണുന്നില്ലെങ്കിൽ നമ്മൾ എക്ടോപിക് പ്രഗ്നൻസി സസ്പെക്റ്റ് ചെയ്യും. അല്ലാത്ത കേസുകൾ ഇപ്പം കുറച്ച് കഴിഞ്ഞിട്ടാണ് ആൾ വരുന്നത്, അപ്പോൾ അബ്ഡോമിനൽ പെയിനും ബ്ലീഡിങ്ങും ഒക്കെ ഉണ്ടാകുമ്പോൾ ആ അവസരങ്ങളിൽ നമ്മൾ സ്കാൻ ചെയ്യുമ്പോൾ ചിലപ്പം ഉള്ളിൽ ബ്ലീഡിങ്ങും അതിനോടൊപ്പം തന്നെ ചിലപ്പോൾ സാക്കും ട്യൂബിലോ സെർവിക്സിലോ ഓവറിയിലോ അങ്ങനെ കാണുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ എക്ടോപിക് പ്രഗ്നൻസി ആണെന്ന് ഡയഗ്നോസ് ചെയ്യുന്നത്. എക്ടോപിക് പ്രഗ്നൻസി വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? സാധാരണയായിട്ട് നമുക്ക് ഗർഭധാരണത്തിന് മുന്നേ തന്നെയായിട്ട് പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ് എന്ന് പറയും, ട്യൂബിനെ ബാധിക്കുന്ന ഇൻഫെക്ഷൻസുകൾ, സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻസുകളായ ക്ലമീഡിയ, ഗൊണോറിയ,
ഇങ്ങനെ ഇൻഫെക്ഷനുകൾ നമുക്ക് ഗർഭധാരണത്തിന് മുന്നേ ഉണ്ടാവുകയും അതുപോലെ തന്നെ ട്യൂബിന് മുമ്പ് പ്രീവിയസ് സർജറികൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് നമ്മൾ ട്യൂബ് ബ്ലോക്കായിട്ട് അതിനുള്ള വേണ്ടിയുള്ള സർജറിയോ അല്ലെങ്കിൽ നമ്മൾ ഈവൻ സ്റ്റെറിലൈസ് ചെയ്തിട്ടുള്ള ആൾ, നമ്മൾ വിചാരിക്കും സ്റ്റെറിലൈസ് ചെയ്ത ആൾക്ക് ആർക്കും പ്രഗ്നൻ്റ് ആവില്ല എന്നാണ് എല്ലാ ജനങ്ങളുടെയും ഒരു വിശ്വാസം. 1% ആൾക്കാർക്ക് സ്റ്റെറിലൈസേഷൻ കഴിഞ്ഞാലും പ്രഗ്നൻ്റ് ആവാം. അങ്ങനെ പ്രഗ്നൻസി വരുന്നത് അധികവും എക്ടോപിക് പ്രഗ്നൻസി ആവാനുള്ള ചാൻസാണ് കൂടുതലുള്ളത്. അതിനോടൊപ്പം തന്നെ എന്തെങ്കിലും നമ്മൾ ബ്ലോക്ക് സ്റ്റെറിലൈസ് ചെയ്ത ആളും പിന്നെ നമ്മൾ അടുത്ത പ്രഗ്നൻസി വേണ്ടി റീകനലൈസേഷൻ പ്രൊസീജിയറോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ ആൾക്കും എക്ടോപിക് പ്രഗ്നൻസി വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അതുപോലെ തന്നെ നമ്മൾ കോപ്പർട്ടി ഇട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് പ്രഗ്നൻസി ആവാണ്, കോപ്പർട്ടി ഇട്ട ആൾക്കാർക്കും പ്രഗ്നൻസി ആവാം. അവർക്കും പ്രഗ്നൻ്റ് ആവുകയാണെങ്കിൽ അതും എക്ടോപിക് ആവാനുള്ള ചാൻസാണ് കൂടുതൽ. ഇതൊക്കെയാണ് സാധാരണയായിട്ട് പറയപ്പെടുന്ന കാരണങ്ങൾ, എക്ടോപിക് പ്രഗ്നൻസിയുടെ കാരണങ്ങൾ. ഇനി എക്ടോപിക് പ്രഗ്നൻസി ഡയഗ്നോസ് ചെയ്തതിനാൽ അതിൻ്റെ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് എക്സ്പെക്റ്റൻ്റ് മാനേജ്മെൻ്റ് ഉണ്ട്, മെഡിക്കൽ മാനേജ്മെൻ്റ് ഉണ്ട്, സർജിക്കൽ മാനേജ്മെൻ്റ് ഉണ്ട്. എക്സ്പെക്റ്റൻ്റ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഷ്യൻ്റ് ഏസിംറ്റമാറ്റിക് ആണ്. ഏസിംറ്റമാറ്റിക് എന്ന് പറഞ്ഞാൽ ആൾക്ക് ഇപ്പോൾ അബ്ഡനൽ പെയിനോ ബ്ലീഡിങ്ങോ ഒരു ബുദ്ധിമുട്ടുമില്ല. അതിനോടൊപ്പം തന്നെ അവരുടെ ക്ലിനിക്കലി സ്റ്റേബിളാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പൾസും ബിപിയും എല്ലാം HBയും എല്ലാം നോർമലാണ്. അങ്ങനത്തെ ആൾക്കാർക്ക് അവരുടെ ബീറ്റ-HCG ലെവലും അതും 1000 താഴെയും വളരെയധികം കുറവുമാണ്. പിന്നെ നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ ബീറ്റ-HCGയുടെ അളവ് കുറഞ്ഞു വരികയും ചെയ്യുകയാണെങ്കിൽ അവരെ നമ്മൾ ഒബ്സർവ് ചെയ്താൽ മാത്രം മതിയാവും. അവരുടെ ഫോളോ അപ്പ്, അവർക്ക് സിംറ്റംസ് ഒന്നും ഡെവലപ്പ് ചെയ്യുന്നില്ല, ബീറ്റ-HCG കുറഞ്ഞു വരികയാണ്. അങ്ങനെ ആ ബീറ്റ-HCG കുറയുന്നത് വരെ അവരെ ഫോളോ അപ്പ് ചെയ്താൽ മതിയാവും. അതിനാണ് നമ്മൾ ഡോക്ടറെ നേരത്തെ കാണണം, നമ്മൾ പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ എന്ന് പറയുന്നത്. അപ്പം ഏർലി ഡിറ്റക്ഷനോ, അതായത് നേരത്തെ തന്നെ നമ്മൾ എക്ടോപിക് പ്രഗ്നൻസി ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരുപക്ഷെ എക്സ്പെക്റ്റൻ്റ് മാനേജ്മെൻറ്റിൽ കൂടെ തന്നെ അത് നമുക്ക് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റും. അത് ബീറ്റ-HCG വളരെയധികം കുറവും അതിനോടൊപ്പം കുറയുകയും ചെയ്യുമ്പോൾ മാത്രമാണ് എക്സ്പെക്റ്റൻ്റ് മാനേജ്മെൻറ്റ് ഓപ്ഷൻ വരുന്നുള്ളൂ. അടുത്ത മാനേജ്മെൻറ്റ് പറയുന്നത് മെഡിക്കൽ മാനേജ്മെൻറ്റിന് ബീറ്റ-HCG കൂടുതലാണ്. അതായത് നമുക്ക് ഒബ്സർവ് ചെയ്യുന്ന ബീറ്റ-HCG റൈസ് ചെയ്ത് വരികയാണ്, ആൾ ക്ലിനിക്കലി സ്റ്റേബിളാണ്, അതായത് പൾസും ബിപിയും എല്ലാം സ്റ്റേബിളാണ്. സ്കാനിൽ നോക്കുമ്പോൾ ജസ്റ്റേഷണൽ സാക്ക് <3.5 സെൻറ്റിമീറ്റർ ആണ്, ഹാർട്ട് ബീറ്റ് ഒന്നും ഇല്ല. അങ്ങനത്തെ ഒരു കണ്ടീഷനിലാണെങ്കിൽ അവർക്ക് ഇഞ്ചക്ഷൻ മെത്തോട്രെക്സേറ്റ് കൊടുത്താൽ മതിയാവും. അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് അടുത്തതാണ് സർജിക്കൽ മാനേജ്മെൻറ്റ്. ആർക്കാണ് സർജറി പറയുന്നത്? ഇപ്പോൾ ഒരു പേഷ്യൻ്റ് വരുന്നത് പേഷ്യൻ്റ് അൺസ്റ്റേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൾസ് വളരെയധികം കൂടുതൽ, BP വളരെയധികം കുറവ്, അത് പേഷ്യൻ്റ് ഷോക്കിലാണ്. പേഷ്യൻ്റ് നന്നായിട്ട് അബ്ഡനൽ പെയിൻ ഉണ്ട്, സ്കാൻ ചെയ്യുമ്പോൾ ഉള്ളിൽ നന്നായിട്ട് ബ്ലീഡിംഗ് ഉണ്ട്, അത് റപ്ചർ ആയിട്ടുണ്ട് എന്ന് സംശയിക്കുമ്പോൾ നമ്മൾ ഉടനെ തന്നെ സർജിക്കൽ മാനേജ്മെൻറ്റ് ചെയ്യേണ്ടി വരും. അതായത് സർജിക്കൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഓപ്പൺ സർജറി ഉണ്ട്, ലാപ്രോസ്കോപ്പിക് സർജറി ഉണ്ട്. ഓപ്പൺ സർജറി ചെയ്യേണ്ടത് പേഷ്യൻ്റ് ക്ലിനിക്കലി അൺസ്റ്റേബിൾ ആയിട്ടുള്ള കണ്ടീഷനിൽ, ഹീമോഡൈനാമിക്കലി അൺസ്റ്റേബിൾ, പേഷ്യൻ്റ് ഷോക്കിലാണെങ്കിൽ, പൾസ് വളരെയധികം കൂടുതലും BP വളരെയധികം കുറവുള്ളതാണെങ്കിലാണ് ഓപ്പൺ സർജറി വേണ്ടി വരുന്നത്. ലാപ്രോസ്കോപ്പിക് സർജറി വേണ്ടി വരുന്ന പേഷ്യൻ്റ് ക്ലിനിക്കലി സ്റ്റേബിളാണ്, സ്കാനിൽ നോക്കുമ്പം ജസ്റ്റേഷൻ സാക്ക് <3.5 ആണ്, ബീറ്റ-HCG വളരെയധികം കൂടുതലാണ്. അത് മെത്തോട്രെക്സേറ്റ് കൊടുത്തു കഴിഞ്ഞാലും റപ്ചർ ആവാനുള്ള, ട്യൂബ് പൊട്ടാനുള്ള സാധ്യതയുണ്ട്. അങ്ങനത്തെ ആൾക്കാണെങ്കിൽ നമ്മൾ അവർക്ക് സർജിക്കൽ മാനേജ്മെൻറ്റ് പറയും, അത് ലാപ്രോസ്കോപ്പി പറയും. ലാപ്രോസ്കോപ്പി പറയുന്നത് നമുക്ക് 3 തരം സർജറികളാണുള്ളത്: സാൽപിഞ്ചോട്ടമി ആൻഡ് സാൽപിഞ്ചെക്ടമി. സാൽപിഞ്ചെക്ടമി എന്ന് പറഞ്ഞാൽ ട്യൂബ് ഫുള്ളായിട്ട് മുറിച്ച് കളയേണ്ട അവസ്ഥ. അതായത് പേഷ്യൻ്റ്
കുറച്ച് ഇൻറ്റേർണൽ ബ്ലീഡിങ് ഉണ്ട്, കുറച്ച് പൊട്ടിയിട്ടുണ്ട്. ആ അവസരത്തിൽ പിന്നെ ഇപ്പോൾ ഒരു 3 കുട്ടികളും ഒക്കെയുള്ള ആൾക്കാർക്കാണെങ്കിൽ നമ്മൾ ട്യൂബ് മുറിച്ച് കളയും. ട്യൂബ് കൺസേവ് ചെയ്ത് ഇപ്പം കുട്ടികളൊന്നും ഇല്ലാത്ത ആൾ, ഫസ്റ്റ് കുറേ കാലത്തെ ട്രീറ്റ്മെൻറ്റൊക്കെ വഴി ആയത്, അല്ലെങ്കിൽ ഫസ്റ്റ് പ്രഗ്നൻസിയാണ്, അങ്ങനത്തെ ആൾക്കാർക്കാണെങ്കിൽ നമ്മൾ ട്യൂബ് മാക്സിമം അത് കൺസേർവ് ചെയ്യാൻ നോക്കും, ട്യൂബ് സേവ് ചെയ്യാൻ നോക്കും. ട്യൂബ് പോകാതിരിക്കാൻ വേണ്ടി ആ സാക്ക് മാത്രം നമ്മൾ ട്യൂബിൽ നിന്ന് എടുത്ത് കളയുകയും ചെറിയൊരു ഹോളുണ്ടാക്കി അതിലൂടെ സാക്ക് മാത്രം പുറത്തെടുക്കുന്ന സർജറിയാണ് സാൽപിൻജോസ്റ്റമി ഒരു സാൽപിൻജോട്ടമി എന്ന് പറയുന്നത്. ഇങ്ങനത്തെ സാൽപിൻജോസ്റ്റമി ഒരു സാൽപിൻജോട്ടമി ചെയ്യുന്ന പേഷ്യൻസിന് നമ്മൾ β-HCG വെച്ച് ഫോളോ അപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതായത് ഫുൾ സാക്കും പോയിട്ടുണ്ടോ എന്ന് അവരുടെ മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ β-HCG കുറയുന്നുണ്ടോ, അത് 0 ആവുന്നവരെ നമ്മൾ അവരെ ഫോളോ അപ്പ് ചെയ്യേണ്ടത് ആവശ്യമാണ്. Be health conscious, like and subscribe.